ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ അരി വെച്ചൊരു നല്ലൊരു ചോറ് തയ്യാറാക്കിയെടുക്കാം. എന്താണെന്നല്ലേ, മുട്ടയും ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലൊരു മുട്ടച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയൊക്കെയാണെന്നും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ റേഷൻ അരി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള, 2 പച്ചമുളക്. ഇത്ര ആദ്യമേ നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ഈ സവാളയും നമ്മൾ പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പച്ചമുളകും ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യമുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് 2 മുട്ടയും നമ്മളൊരു പാത്രത്തിലേക്ക് അടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിത് കടുകൊന്നും ചേർക്കരുത്. കടുക് ചേർക്കുമ്പോൾ വേറൊരു മണമായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പൊട്ടിച്ച് വെച്ചേരെ. അതായത് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഓളാക്കി വെക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചു തരണം. ലൈക്ക് ചെയ്യണം. പുതിയ ഓപ്ഷനായ ഹൈപ്പും കൂടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സവാള എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ, അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് പൊടിയായിട്ട് അരിയേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നല്ലോണം വഴന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് ഇത്തിരി വേവുണ്ടാനെ കൊണ്ട് നല്ല ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ചെറുതായിട്ട് ക്യാരറ്റ് അരിയുന്നതിൻ്റെ ആവശ്യകത ഇതുകൊണ്ടാണ്, പെട്ടെന്നത് വേവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി. മിക്കവാറും ഉള്ളവരൊക്കെ മുട്ടച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അത് ഈ ക്യാരറ്റ് ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. റേഷനരി ചോറൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ലഞ്ച് ബോക്സിന് വീഡിയോസൊക്കെ ഒരുപാട് പേരിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. ഈ റേഷനരി തന്നെ ചെയ്യണമെന്നില്ല, വേറെ ഏത് അരി ആയാലും മതി. ഇത് നല്ല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുട്ട ഇനി ഇതിലേക്ക് ഒഴിച്ച് ചിക്കി എടുക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്ബൊക്കെ ചെയ്ത് കൂടണേ. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ നല്ലോണം വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടപ്പ് തുറന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞു. അന്നേരത്തേക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ വഴറ്റിയതെല്ലാം ഒരറ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിതിൽ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. മുട്ട നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട അത് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് സ്ക്രാമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിരുന്ന സമയത്ത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നോക്കണം. ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി കേട്ടോ പറയാൻ. ഇനി അത് മൊത്തത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നല്ല ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയെല്ലാം ഇങ്ങനെ വിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ വിട്ട് കിടക്കും. നമ്മൾ ഒട്ടി പിടിച്ച് കിടക്കൂല. ഇനി എളുപ്പമാണ് കേട്ടോ. ഇനി എന്ന് വെച്ചാൽ ഇനി നമുക്ക് ചോറ് തട്ടിക്കൊടുത്താൽ മാത്രം മതി. ചോറിട്ട് കൊടുത്ത് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിരിക്കും. ഈ മുട്ട ഒന്ന് ഇതായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് നമ്മളിനി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടിയില്ലേ, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും കേട്ടോ. തോനെ മുളക് പൊടിയില്ല, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ എരിക്ക് 2 പച്ചമുളക് മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല പൊടിയാണ് കേട്ടോ ഇത്, 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിയുടെ പച്ച മണം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെറൈറ്റി ആകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതിന് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റേഷൻ അരിയിൽ ചോറ് വേവിക്കുമ്പോൾ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകല എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റേഷൻ അരി ചോറും ഇതേ കണക്ക് തന്നെ കിട്ടും, നമുക്ക് കുഴഞ്ഞൊന്നും പോത്തില്ല. ഒരു വേവിട്ട് ഊറ്റിയെടുത്താൽ മാത്രം മതി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഈ ചോറ് കഴിക്കാൻ. നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഒരു അച്ചാറോ സലാഡോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായി. ഇത് ചോറും അതിൻ്റെ കൂടെ ആ മിക്സ് എല്ലാം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നല്ല ഒന്ന് പുരട്ടി എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പുരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കും. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. പിന്നെ കറിവേപ്പില നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തില്ല, കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ശകല ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് എല്ലായിടവും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കുവാണ്. ചോറിങ്ങനെ ഇളക്കിയാലൊന്നും പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും. ആ ചോറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒന്നിനോടൊന്നും ഒട്ടാതിരിക്കും. പിന്നെ ഒരു 1/2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ ഇത്തിരി നമ്മളുടെ മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി ആ നെയ്യ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ അടുപ്പിൽ വെച്ചിരുന്നാൽ മാത്രം മതി. ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ ആവി കയറി നല്ലോണം ഒന്ന് ആ സ്മെല്ലൊന്ന് ബാലൻസ് ആവും. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ഒരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം. പൊടിയായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരെണ്ണമാണേ. അതിലേക്ക് നമുക്ക് പകുതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും ചെറുതായിട്ട് അരിഞ്ഞാണേ. അതിൻ്റെ കൂടെ നമ്മൾ സലാഡ് വെള്ളരിയില്ലേ, കുക്കുംബർ, അതും കൂടെ കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്.
പിന്നെ അതിലേക്ക് നല്ല തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള നല്ല തൈരാണേ. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിരിക്കും. കട്ടയായിട്ടിരിക്കുന്ന തൈര് നല്ലതാണ് കേട്ടോ സലാഡ് ഉണ്ടാക്കാൻ. നല്ല ഒന്ന് ഇളക്കിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മളെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. ഞാനിവിടെ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടെ കട്ടി വേണം, ശകലം കൂടെ ഒന്ന് ഇതായിരിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ചോറ് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് സലാഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പപ്പടം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.